ഓണാശംസകൾ. റോബസ് നാടകക്കൂട്ടം കലോപഹാരം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വാർദ്ധക്യം ആഗ്രഹിക്കുന്ന ഒരു സത്യമുണ്ട്. പോയ കാലങ്ങളെ വന്നിട്ട് പോകുമോ? ജീവിതയാത്രയിലെ തിരിച്ചുപോക്ക് സ്വപ്നം മാത്രമായി അവശേഷിക്കുമ്പോൾ ഒരുപിടി മനുഷ്യരുടെ അനുഭവങ്ങൾ ഞങ്ങൾ പറയുന്നു. നിങ്ങളുടെ പരിഗണനയ്ക്കായി ഞങ്ങൾ അവതരിപ്പിക്കട്ടെ നാടകം കുഴിക്കാല വീട്ടിൽ ലോറൻസ് മകൻ ലോനപ്പൻ. റെക്കോർഡിംഗ് ജയം പ്രസാദ്, ജയം സ്റ്റുഡിയോ പുറക്കാട്. സാക്ഷാത്കാരം രവി പ്രസാദ്. അവതരണം റോബസ് നാടകക്കൂട്ടം. രവി പ്രസാദിനോടൊപ്പം ചമയം വിടുന്നവർ സർവശ്രീ എം.ആർ. ശ്രീകുമാർ, കരുണാകരൻ, സി.ആർ. രാമദേവൻ, ശശിധരൻ, മുഹമ്മദ് സഹീർ, ജോർജ് വർഗീസ്, എസ്. സോമരാജൻ, പി.സി. അനിൽകുമാർ, ഓമനകുമാർ, ഉണ്ണികൃഷ്ണൻ, ജയൻ, പ്രവീൺ, പ്രസന്നകുമാർ, വിജയപിള്ള, ശ്രീമതിമാർ ശ്രീയക്ക, കെ.എസ്. ഗീതാകുമാരി, എസ്. ജ്യോതിലക്ഷ്മി, കെ.എസ്. ബീന, നദി, സിന്ധു, പുലോമജ സാനു, ആശ, ജിജി സാം, ലളിതാംബിക, കൃഷ്ണകുമാരി, അമ്പിളി. നാടകം ആരംഭിക്കുന്നു. ഓണം വന്നല്ലോ ഓമനക്കുട്ടി, പൂഞ്ഞാലാടണ്ടേ ഓമനക്കുട്ടി. ഇന്നത്തേക്ക് 10ാം നാൾ ഓണമാ. 5 വർഷമായി എൻ്റെ മക്കളോടൊപ്പം ഇരുന്ന് ഓണം ഉണ്ണാൻ കൊതിച്ചിരിക്കുക. ഇത്തവണയെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കാം. പ്രഭാകരോ, നീ എന്തോന്നാ പിറുപിറുക്കുന്നത്? വരില്ലടാ, ഇവിടെ ആരും വരില്ല. മക്കളാരും വന്നില്ലേലും നമ്മൾ ഓണം ആഘോഷിക്കുവിടാ. എന്നാലും എൻ്റെ മക്കളെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമില്ലേ പാത്തുമ്മ? അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് എന്തിനാ പ്രഭാകര മക്കൾ? നീ ഇങ്ങോട്ട് നോക്ക്. ഈ പര്യമ്പുറത്തുനിന്ന് പറിച്ചെടുത്ത പൂക്കളാ. നമുക്ക് അത്തപ്പൂ ഇടാടാ. ഇന്ന് അത്തമാ. ഓ പാത്തുക്ക, ഓണം പൊടി പൊടിക്കും. അത്തം മുതൽ ഓണം വരെ പൂക്കളിടണം. ഈ പൂക്കൾ എവിടുന്ന് കിട്ടി? ഞാൻ വില കൊടുത്തും വാങ്ങി. എന്നാലും പാത്തുമ്മയ്ക്ക് എവിടുന്ന ഈ കാശ്? നിന്നെ ഇവിടെ വൃത്തിയാക്കാൻ ഏൽപ്പിച്ചതാ. ഞാൻ കിടക്കുന്ന മുറി ശ്രദ്ധിച്ചോ? എന്താ കുര്യേറ്റായ? ഞാൻ ആ മുറി വൃത്തിയാക്കിയല്ലോ. ശരിയാ, നീ എങ്ങോട്ടൊന്ന് വന്ന് നോക്കിയേ. എന്തു പറ്റി? എന്റെ മുറി കിടക്കുന്ന വട്ടം ചെട്ടിയാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ചെട്ടിയാരെ ഇത് കിടപ്പ് മുറിയാ, കക്കൂസല്ലാതെ. അപ്പൊ നീ ആരാടാ ചോദിക്കുന്നതെന്നും പറഞ്ഞ് അയാൾ ഇവിടെ കാര്യം സാധിച്ചു. ഇനി പെണ്ണെ, നീ വേഗം വന്ന് വൃത്തിയാക്കും, ഇല്ലെങ്കിൽ എന്റെ ഛർദി കൂടെ പോരേണ്ടി വരും. ഓ, പണിയായല്ലോ. പാത്തുവേ, നീ പാത്ത് മതിലിനപ്പുറത്തുനിന്ന് പൂ പറിക്കുന്നത് ഞാൻ കണ്ടു. കാണമെഴുതി ഓണം ഉണ്ണണമെന്നാ. കട്ടു പറിച്ചാലും അത്തം ഒരുങ്ങണമെന്നാ. ഞാനും പറിച്ചടി പാത്തു ഒരു റോസാപ്പൂ. നിനക്കാ? പോ മനുഷ്യനെ, കിളവന്റെ ഒരു ശൃംഗാരം. നേരം വെളുത്തപ്പം മുതൽ ഓനപ്പൻ ചേട്ടൻ മൗനവ്രതത്തിലാണ്. ഒന്നും മിണ്ടുന്നില്ല, ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്നാ പിന്നെ അതിന്റെ തുടക്കമാ. എന്തിന്റെ? അതിന്റെ. നീ പോടാ പ്രഭാകര, മക്കളെ ഓർത്തിരിക്കുമായിരിക്കും. അങ്ങനെ ഉള്ളത് കൊണ്ടാ നമ്മുടെ ദുഃഖം മറന്ന് വല്ലപ്പോഴും ഒക്കെ പൊട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാൾ മൗനമായിരിക്കുമ്പോഴാ ഈ സാന്ത്വനം ഉറങ്ങിപ്പോകുന്നത്. ആ വിഷമമെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. മക്കൾ എത്തിയില്ലെങ്കിലും സ്നേഹം ഒരുമയുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സ്വർഗമാക്കാം. 2ാം ഓണത്തിന് നമുക്ക് സദ്യ ഒരുക്കിയത് ആരാണെന്ന് അറിയാവോ? ഇല്ല, ബസ്സുകാരല്ലയോ? എന്റെ കുര്യച്ച, ബസ്സുകാരല്ല, പ്രോബസ്. അതൊരു സംഘടനയാണ്. പറഞ്ഞു നോക്കിട്ടില്ല. പ്രോബസിന്റെ സെക്രട്ടറി അമ്പിളിമാൻ. നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ എങ്ങനെ? അങ്ങ് വാങ്ങിക്കാതെ നിൽക്കുവാ. ഞാൻ വന്നത് ഓണം ക്ഷണിക്കാൻ. അതെ. പത്തുമക്ക, മക്കളാരെങ്കിലും വന്നോ? വന്നിരുന്നെങ്കിൽ ഞാനിത്ര സന്തോഷത്തിലിരിക്കുവോ? അതെ, ഔട്ടത്തിന് ഞങ്ങളുടെ വകയാണ് ആഘോഷം. ഭക്ഷണവും ഓണക്കോടിയുമായി ഞങ്ങളിവിടെ വരും കേട്ടോ. നല്ല കലാപരിപാടികളും ഉണ്ടാവണം.
ഇത്തവണ ഞാനും പാത്തും കൂടിയുള്ള ഒപ്പനയുണ്ടേ. കുര്യാച്ചാ, കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചത് എന്ത് രസമായിരുന്നു. ഓണത്തിന് നമ്മളെ ഇവിടെ വീട്ടിച്ച മക്കൾ വന്നില്ലെങ്കിലെന്താ, നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു.